ദേശീയ താരത്തിനെതിരെ റാഗിംഗ് സംഭവത്തിൽ പയ്യന്നൂർ കോളേജിലെ 10 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത പോലീസ്. ബോഡി ബിൽഡിംഗിൽ ദേശീയ ജേതാവായ ആൽവിൻ മെറീഷ് ഫെർണാണ്ടസാണ് റാഗിങ്ങിന് ഇരയായത്. കണ്ണൂർ പയ്യന്നൂർ കോളേജിലാണ് ബിൽഡിംഗിൽ ദേശീയ ജേതാവായ ജൂനിയർ വിദ്യാർത്ഥിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് നടന്നത്. മാടായി നീരൊഴുക്കുംചാൽ സ്വദേശി ആൽവിൻ മെറീഷ് ഫെർണാണ്ടസാണ് റാഗിങ്ങിന് ഇരയായത്. 3ാം സെമസ്റ്റർ ബോട്ടണി വിദ്യാർത്ഥിയാണ് ആൽവിന്റെ പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് മൊഴി രേഖപ്പെടുത്തി. അവസാന വർഷ വിദ്യാർത്ഥികളായ അർജുൻ, ആദിഷ്, സൗരവ്, വിശാൽ എന്നിവർക്കും മറ്റു കണ്ടാലറിയാവുന്ന 6 പേർക്കുമെതിരെയാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. ജൂലൈ 11 ഉച്ചകഴിഞ്ഞാണ് സംഭവം. 2ാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ ശേഷം ക്ലാസ്സിലെത്തിയതായിരുന്നു ആൽവിൻ. കോളേജ് കോമ്പൗണ്ടിലെ സ്റ്റോർ റൂമിൽ വെച്ചാണ് സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതെന്നാണ് പരാതി. മുഖത്തിനും ചെവിക്കും ഉൾപ്പെടെ പരിക്കേറ്റ ഇയാളെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസെടുത്ത പയ്യന്നൂർ പോലീസ് പരാതി കോളേജ് ആൻഡ് റാഗിംഗ് സെല്ലിൽ റിപ്പോർട്ട് ചെയ്യും. എൻ്റെ പേര് ആൽവിൻ. ഞാൻ പയ്യന്നൂർ കോളേജിൽ BSc ബോട്ടണി 3ാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. അപ്പം കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കോളേജിൻ്റെ സ്റ്റോറിൽ പോയി ഇരിക്കുകയായിരുന്നു ഫ്രണ്ട്സിൻ്റെ അപ്പുറം. അപ്പം അവിടെ ഒരു കൂട്ടം സീനിയർ ഏട്ടന്മാർ വന്നിരുന്നിട്ട് എന്നെ കൈകാട്ടി വിളിച്ചു, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൊതുവെ സംസാരിക്കാൻ വിളിക്കുന്നതെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് പോയി അവരോട് എന്തായിട്ടാന്ന് കാര്യം ചോദിച്ചു. അപ്പോൾ അവരെന്നോട് നിൻ്റെ കളിയൊക്കെ മതിയായിക്കോ, നിൻ്റെ എളുപ്പമൊക്കെ നിർത്തിക്കോ, നിൻ്റെ നടത്തമൊക്കെ മതിയായിക്കോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ തട്ടിക്കയറി സംസാരിച്ചു. അപ്പം ഞാൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ കോളർ പിടിച്ചിട്ട് ഉന്തി എന്നെ അടിക്കുക ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇപ്പോൾ പിടിച്ചു വെക്കാൻ വന്നു. അപ്പോൾ എന്നെയും അതേപോലെ തന്നെ പിടിച്ചു വെക്കാൻ വന്ന ഫ്രണ്ട്സിനെ അടക്കം അവർ സംഘം ചേർന്നിട്ട് അടിക്കുകയുണ്ടായത്. ഒരു 10-20 പേരോളം ഉണ്ടായിരുന്നു. പിടിച്ചു വെക്കാൻ വന്ന ഫ്രണ്ട്സിനെ കസേര അടക്കം എടുത്തിട്ട് അവർ അടിക്കുകയുണ്ടായി. അതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവർ ഇത് പ്രശ്നമാക്കില്ല പറഞ്ഞു തീർക്കാന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും അടിക്കുക ചെയ്തു.